നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ അയവന ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ താമസിക്കുന്ന നടുക്കുടിയിൽ സന്തോഷ് ഗോപാൽ. 56 വയസ്സുള്ള ഇദ്ദേഹം വർഷങ്ങളായി വൃക്കരോഗത്താൽ ബുദ്ധിമുട്ടുകയാണ്. 5 വർഷത്തോളമായി ആഴ്ചയിൽ 3 ദിവസം വീതം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ജോളി ലഹനാൻ അയ്യങ്കോലിൽ. ഞാൻ ആയനു ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പരിധിയിൽപ്പെട്ട ഭാഗത്താണ് സന്തോഷ് നടുക്കുടിയിൽ താമസിക്കുന്നത്. സന്തോഷ് ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് നല്ല കഠിന അധ്വാനിച്ച് തന്നെ കുടുംബം പുലർത്തി നല്ല രീതിയിൽ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായി. അത് ചികിത്സയിലൂടെയാണ് മനസ്സിലായത് വൃക്കയ്ക്ക് തകരാറ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അസുഖം മൂർച്ഛിച്ചു വരികയും ഏതാണ്ട് 5 വർഷങ്ങളായി സന്തോഷ് ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് വിധേയമാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജോലിക്ക് പോകുവാൻ അവർക്ക് 2 പേർക്കും സാധിക്കുന്നില്ല. കുട്ടികൾ ചെറുപ്പമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സാമ്പത്തികം, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി കഷ്ടതകളും അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു ചികിത്സാ ചെലവ് ആഴ്ചയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും സഹായത്താലാണ് ഇപ്പോൾ ചെലവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുമനസ്സുകളായ നല്ലവരായ ജനങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സാഹചര്യം ഗുഡ്നസ് TV ഒരുക്കുന്ന ഈ നല്ല ഒരു പദ്ധതിയിൽ ഇത് ശ്രദ്ധിക്കുന്നവർ സുമനസ്സുകളായവരുടെ സഹായം ലഭിക്കുന്നതിനും അർഹതയുള്ളൊരു കുടുംബമാണ് നടുക്കുടിയിൽ സന്തോഷിൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റുന്നിടത്തോളം ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ നൽകണമെന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ടും ഞാൻ ചുരുക്കുന്നു. ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഇദ്ദേഹത്തിന് 5 വർഷമായിട്ട് പണിക്ക് പോകാനും കഴിയുന്നില്ല. ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത്. ചിലപ്പോൾ അതിനും കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. സുമനസ്സുകളുടെ സഹായത്താൽ ഡയാലിസിസും മരുന്നും നടന്നു പോകുന്നു. ജീവിതകാലം മുഴുവനുമോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കുന്നതുവരെയോ ഡയാലിസിസ് തുടരണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ കോതമംഗലം രൂപതയിലെ ആനിക്കാട് പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാറാണ്. നമ്മുടെ ഇടവകയുടെ അടുത്തുള്ള ഒരു ഭവനമാണ് സന്തോഷ് നടുക്കുടിയിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ. ഇദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. 15 വർഷത്തോളമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. 5 വർഷത്തോളമായിട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ചിലവുകൾ അതിന് വേണ്ടി വരും.
കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം. പക്ഷേ അതിന് ഒരുപാട് ചിലവുകൾ 10 ലക്ഷത്തോളം ചിലവ് വേണ്ടി വരും. അപ്പോൾ അതുവരെ ഇദ്ദേഹം ആഴ്ചയിൽ 3 തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് കാശ് ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധിക്കുന്ന ആളുകൾ സഹായിക്കുവാണെങ്കിൽ ഇവർക്ക് ഒരുപാട് കഷ്ടതയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണിത്. ഞങ്ങൾക്ക് ഇടവയ്ക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കുടുംബമാണ്. അപ്പോൾ ഒരുപാട് കാശ് ചിലവ് വേണ്ടി വരുന്ന ഈ ഒരു കുടുംബത്തെ സഹായിക്കാനായിട്ട് സന്മനസ്സുള്ളവർ മുൻപോട്ട് വരിക. 2 മക്കളാണ് ഇവർക്കുള്ളത്. അവർക്ക് ആണെങ്കിലും ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ, സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് കടന്നു വന്ന് ഇവരെ സഹായിക്കുവാണെങ്കിൽ അത് ഇവർക്ക് വലിയൊരു ഉപകാരവും കൈത്താങ്ങുമായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ കുടുംബത്തെ ഓർക്കുക, ഇവരെ സഹായിക്കുക. വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ശാശ്വതമായ പരിഹാരം. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുകയാണ്. ആയതിനാൽ ഇവർ സുമനസ്സുകളുടെ സഹായത്തിനായി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ഷാജു വടക്കൻ എന്നാണ്. ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള ആവോലി പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്. സന്തോഷ് നരുക്കുടിയെ എനിക്ക് വർഷങ്ങളായി ആ കുടുംബത്തെ അറിയാവുന്നതാണ്. സന്തോഷ് എൻ്റെ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം കൽപ്പണി ചെയ്താണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. കൽപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്നതോടൊപ്പം തന്നെ സ്വന്തമായി വീട് പണി ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ ഘട്ടം തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖമുണ്ടായത്. കഴിഞ്ഞ 10-15 വർഷമായി വൃക്ക സംബന്ധമായ രോഗത്തിന് അദ്ദേഹം ചികിത്സയിലാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് വൃക്ക മാറ്റിവെക്കാതെ മറ്റ് യാതൊരു നിവൃത്തിമാർഗവും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ വൃക്ക മാറ്റിവെക്കുന്നതിന് ഉദ്ദേശം 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവ് വരും എന്നുള്ളതാണ്. വളരെ നിർധനമായ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നല്ലവരായ ആളുകളുടെ സുമനസ്സുകളുടെ സഹായം നമുക്ക് കിട്ടിയേ മതിയാവും. 2 മക്കൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് സന്തോഷിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ജോലികൾക്ക് പോകാത്തതുകൊണ്ട് കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരുടെയും പല സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് സന്തോഷിൻ്റെ ജീവൻ നിലനിർത്തുന്നതും കുടുംബം മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ നല്ല മനസ്സോടുകൂടി ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു തൊഴിലാളിയുടെ ഏറ്റവും വലിയ മൂലധനം അവൻ്റെ ആരോഗ്യവും പണിയെടുക്കുവാനുമുള്ള മനസ്സുമാണല്ലോ. ഇവിടെ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ വ്യഥ നമുക്ക് ഊഹിക്കാമല്ലോ. ഇവർ ഒരു വാടക വീട്ടിലായിരുന്നു മുൻപ് താമസിച്ചിരുന്നത്. പഞ്ചായത്തിൽ നിന്നും ഒരു വീട് അനുവദിച്ച് കിട്ടി അതിൻ്റെ പണി തുടങ്ങുവാൻ പോയ സമയത്താണ് ഇദ്ദേഹത്തിന് ഡയാലിസിസ് തുടങ്ങിയത്. അതോടുകൂടി പണിയെടുക്കുവാൻ പറ്റാത്ത അവസ്ഥയുമായി. എൻ്റെ പേര് വാസന്തി സന്തോഷ്. എൻ്റെ ഭർത്താവിനാണ് സുഖമില്ലാത്തത്. ഒരു 15 വർഷം മുമ്പ് ഷുഗറും സന്ധിവാതവും ഒക്കെ വന്നാണ് ഇത്. കാലിൽ നീരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സന്ധിവാതത്തിൻ്റെ സർജറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ആയുർവേദമൊക്കെ ഒത്തിരി നോക്കിയായിരുന്നു. പക്ഷെ അതൊന്നും ശാശ്വതമായില്ല. അപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. കോലഞ്ചേരി ചെന്നപ്പോഴാണ് സർജറിയുടെ ഇടയ്ക്ക് ബ്ലഡ് നോക്കിയപ്പോഴാണ് ക്രിയാറ്റിൻ ലെവൽ മനസ്സിലായത്. പിന്നെ സർജറിക്ക് ഒത്തിരി നാൾ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയും വന്നു. സർജറി കഴിഞ്ഞ് അങ്ങനെ ഇപ്പോഴാണ് ക്രിയാറ്റിൻ ലെവൽ കൂടിയത്. പിന്നെ ചികിത്സയിൽ അങ്ങനെ പോയി ഇടയ്ക്ക് ആശുപത്രി പോകും, കിടക്കും. അങ്ങനെ 10 വർഷത്തോളം ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഡയാലിസിസ്
തുടങ്ങിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്നു. ആൻറ്റിയോഗ്രാം ചെയ്തു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2-3 ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് വലിയ സർജറി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റഡ് ഇടാനും പറ്റില്ല. ചികിത്സയ്ക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരും ഞങ്ങളുടെ 2 കൂട്ടുകാരും അവരൊക്കെ തന്നാണ് ഈ സമയം വരെ നടന്നത്. പിന്നെ കിഡ്നി മാറ്റി വയ്ക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു വീട് തന്നത്. അപ്പോൾ ഈ വീട് പണി തുടങ്ങാൻ നേരത്താണ് ഡയാലിസിസ് ആരംഭിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ആഴ്ചയിൽ 2 ആയിരുന്നു. പക്ഷേ 6 മാസം വരെയാണ് അത് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ശ്വാസം മുട്ട് കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ആഴ്ചയിൽ 3 ചെയ്യണമെന്ന് പറഞ്ഞു. അത് തുടങ്ങി. പക്ഷെ പെരവണിക്ക് ഒന്നും ചെയ്യാൻ ഒരു കല്ല് പോലും എടുത്തു വയ്ക്കാനുള്ള സാഹചര്യം പറ്റില്ല. സുഖമില്ലാതാത്തപ്പോഴേക്കും ആളവശതയായിരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു ചെറിയ പെരയായിട്ടാണ് ഞങ്ങൾ പണിതേക്കണേ. അത് കഴിഞ്ഞ് ഒരു ഡയാലിസിന് 2500 വരും. അങ്ങനെ ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം. അതുകൂടാതെ മരുന്ന് ഒരു മാസത്തിൽ 7000 രൂപ 7500 രൂപ മരുന്നിന് വേണം. അതിപ്പോൾ എനിക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടെ വേണം ആൾക്ക്. ഹോസ്പിറ്റലിൽ പോകാനും അല്ലെങ്കിലും വീട്ടിലായാലും എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൊക്കെ ഇടയ്ക്ക് കൂടി വരും. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ ചെന്ന് ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറയും, അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഡയാലിസിസ് കഴിഞ്ഞ് വന്നാലും ഭയങ്കര ക്ഷീണമാണ്, മേലിനൊക്കെ വേദന, അങ്ങനെയൊക്കെ ഇതാണ്. പിന്നെ ഡോക്ടർ സജഷൻ പറഞ്ഞത് ഡോക്ടർ കിഡ്നി മാറ്റി വെക്കാമെന്നാണ് പറഞ്ഞത്. അതിന് 10 ലക്ഷം രൂപയോടും ചിലവ് വരും. കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഡയാലിസിലൂടെ പോകണം. ആളവശതയാണ്. പിന്നെ മാറ്റി വയ്ക്കുന്ന പൈസ, പിന്നെ അതിൻ്റെ തുടർ ചികിത്സ, അങ്ങനെയൊക്കെ വേണം. പിന്നെ എൻ്റെ മക്കൾ പഠിക്കുവാണ്. മോള് എൻജിനീയറിങ്ങിന് ചേർത്ത് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ചേട്ടന് ഈ അസുഖങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ അവരൊക്കെയാണ് ഫീസ് അടച്ച് കൊച്ചിൻ്റെ പഠനം പൂർത്തിയായത്. പിന്നെ ഇപ്പോൾ ജോലിയൊന്നുമില്ല. മോനാണെങ്കിൽ ഡിഗ്രി 3rd ഇയറിലേക്കായി. അവൻ BBA ആണ് പഠിക്കുന്നത്. മോനും ആയാലും എല്ലാവരും സഹായത്തോടു കൂടിയാണ്. 15 രൂപ സെം ഫീസ് 15 വേണം. മോനും ഇങ്ങനെ എല്ലാവരും സഹായിച്ചാണ് ഞങ്ങൾ ഫീസ് അടയ്ക്കുന്നത്. പിന്നെ ചികിത്സയ്ക്കായാലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഓരോ ഡയാലിസിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ചേട്ടൻ്റെ ജീവൻ നിലനിർത്തണം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. സാമ്പത്തികമായി നിങ്ങൾ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കണം എന്നപേക്ഷിക്കുന്നു. പല ഭവന നിർമ്മാണത്തിനും പങ്കാളിയാകുവാൻ കഴിഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന് സ്വന്തം ഭവന നിർമ്മാണ സമയത്ത് സ്വന്തമായി ഒരു കല്ലുപോലും എടുത്തു വയ്ക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം വലുതാണ്. ഇതിനിടയിൽ ആ ഭവന നിർമ്മാണവും പാതി വഴിയിൽ നിന്ന അവസ്ഥയിലാണ്. പരമപ്രധാനമായ കാര്യം ജീവൻ നിലനിർത്തുകയാണല്ലോ. അതിനുള്ള പണം പോലും കണ്ടെത്താനാവാതെ ഇപ്പോൾ വിഷമിക്കുകയാണ്. എങ്കിലും സുമനസ്സുകളായ നാട്ടുകാരും സുഹൃത്തുക്കളും സഹോദരനും ബന്ധുക്കളും ഒക്കെ ചേർന്ന് അത് മുടങ്ങാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ് ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ ഫീസ് മുടങ്ങാതെ അടയ്ക്കുന്നതും. എൻ്റെ പേര് സന്തോഷ് ഗോപാൽ എന്നാണ്. ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, കിഡ്നി പേഷ്യൻ്റാണ്. ഇത് രണ്ടുമാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം. ഞാൻ നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആളാണ്.
ഒരു 20 വർഷം മുമ്പ് 20 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി. അത് അത്ര സീരിയസ് ആക്കി വെച്ചില്ല. ഒരു 15 വർഷം മുമ്പ് നമ്മൾ പരിശോധനയിലാണ് എനിക്ക് കാലിന് നീര് കയറി. ഒരു ദിവസം നീര് കയറി കഴിഞ്ഞത് എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങൾ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴാണ് അറിയുന്നത്. ഈ ലോക്കൽ ഹോസ്പിറ്റലൊക്കെ നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിയുന്നത്. അന്ന് മുതൽ കിഡ്നിയുടെ ചികിത്സ തുടങ്ങി. അപ്പോൾ അന്ന് തുടങ്ങിയപ്പോൾ ഈ സന്ധിവാതവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വന്നു. ഈ സന്ധിവാതം വന്നിട്ട് കാലിൻ്റെ മുട്ടിനൊക്കെ നീര് കയറിയിട്ട് വീർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ഈ ബ്ലഡ് നോക്കിയപ്പോഴാണ് ക്രിയാറ്റിൻ്റെ റേഞ്ച് മനസ്സിലായത്. അന്ന് മുതൽ ചികിത്സ തുടങ്ങി. അങ്ങനെ ചികിത്സിച്ചപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചികിത്സിച്ച് പണിയെടുത്തൊക്കെ നടത്തും. അപ്പോൾ പൈസ തികയാണ്ട് വരികയും അപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് അസുഖമായി. അമ്മയ്ക്കും കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വേറെയുള്ള ഷുഗർ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയ്ക്കും കൂടെയും വേണ്ടി ചികിത്സകൾ വന്നു. അപ്പോൾ നമ്മുടെ വീട് വിറ്റിട്ടാണ് ഞങ്ങൾ പിന്നെ ചികിത്സ തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ വാടക വീട്ടിലായി താമസം. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്താണ് നമ്മളന്ന് വീടൊക്കെ വിറ്റിട്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് വീട് വിറ്റ രൂപയും കൊണ്ട് ചികിത്സ തുടങ്ങിയത്. പിന്നെ പണിയെടുത്തും നമ്മളെ കൊണ്ടാവുന്നില്ല പണിയെടുത്ത ഇത് ഒരു രീതിയിലും മുട്ടില്ല. അവസാനം ഒരു 5 വർഷം മുമ്പ് ആയപ്പോഴേക്കും അന്ന് ഞാൻ ആ വിറ്റിട്ട് ആകെ നേടിയത് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കിടന്നു. അത് കഴിഞ്ഞിട്ട് വീടില്ല, പിന്നെ വാടകയ്ക്കായി, ഒന്നുമില്ലാണ്ടാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡയാലിസിസ് തുടങ്ങുന്നത്. ഒരു ദിവസം ശ്വാസം മുട്ട് കൂടുതലായി ഹോസ്പിറ്റലിൽ ചെന്ന് ഒരാഴ്ച കിടന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ശ്വാസം മുട്ട് മാറണമെങ്കിൽ ഡയാലിസിസ് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചയിൽ 2 എണ്ണം പറഞ്ഞ് തുടങ്ങി. 6 മാസം 2 എണ്ണത്തിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസം മുട്ടി, രാത്രികളിൽ ശ്വാസം മുട്ടി ആശുപത്രി പോവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 എണ്ണം ആക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആഴ്ചയിൽ 3 ഡയാലിസാണ് ചെയ്യുന്നത്. ഒരു നിവൃത്തിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞാൽ ചങ്കില വേദന വന്ന് ചെന്ന് കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് ഹാർട്ടിൻ്റെ ഡോക്ടർ നോക്കിയപ്പോഴാണ് ഹാർട്ടിന് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 ബ്ലോക്ക്. അതിൽ 2 എണ്ണം മേജറും 2 എണ്ണം ഒരെണ്ണം ചെറുതുമാണ്. അപ്പോൾ ഈ മേജറുള്ളതിന് ഡോക്ടർ പറഞ്ഞു സ്റ്റഡ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, കാരണം ഞാൻ ആഴ്ചയിൽ 3 ഡയാലിസും ഹൃദയം ചുരുങ്ങി വരുന്നുണ്ട്, പൈപ്പെല്ലാം ചുരുങ്ങുന്നതുകൊണ്ട് അത് ചെയ്യണ്ട, ഗുളിക കഴിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കൂടെയാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ വീട് വിറ്റിട്ട് വാടകയ്ക്ക് കിടന്നു കഴിഞ്ഞപ്പോഴാണ് അവസാനം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചു. പക്ഷേ ഈ ഇത്രയും വലിയ വീടുകൾ 100 കണക്കിന് വീടുകൾ പണിതിട്ടുണ്ടെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയാൻ സാധിച്ചില്ല. ഞാനത് ആളെ വെച്ച് ഒരു കുഞ്ഞുമുറി, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു കക്കൂസുമായിട്ട് പണിത് വെച്ച് അതിലാണ് ഞാനും ഭാര്യയും 2 മക്കളും കഴിക്കുന്നത്. അമ്മ ഈ അസുഖത്തിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി. അവർക്ക് 2 പേർക്കും ചികിത്സകൾ ചെയ്തും നമ്മുടെ ചികിത്സയിലും നമ്മുടെ ജീവിതം ആകെ താറുമാറായി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു വരുമാനമില്ല. ഇപ്പം ഞാൻ നാട്ടുകാരുടെ എൻ്റെ സുഹൃത്തുക്കളുടെയും ഒരു ആളുകളുടെ തന്ന സഹായിച്ചാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ഡയാലിസിനും 2500-3000 രൂപ വരും. നമ്മളൊരു ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അത്രയും പൈസ വേണം. അത് ഞാൻ പിന്നെ ഒരു ആഴ്ചയിൽ 2500-3000 രൂപ മരുന്ന് വേണം. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആകെ തുക സൗഹൃത്തുക്കളാണ് തന്ന് സഹായിക്കുന്നത്. എല്ലാവർക്കും ഇടയിൽ ഉണ്ടാവണമെന്നില്ല. കിട്ടുന്ന അനുസരിച്ചൊക്കെയാണ് കൊടുത്തൊക്കെ പോയി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇനി എന്തോ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊരിതില്ല. ഒരു കിടക്കാൻ വീടില്ല. വീടിനാണെങ്കിൽ ആകെ ഇത് 2 മക്കളുള്ളത്. ഒന്ന് ഒരു എൻജിനീയറിങ് കഴിഞ്ഞു മോള്. പക്ഷേ അത് എൻ്റെ കൂട്ടുകാരാണ് ഫീസ് അടയ്ക്കുകയും അവരാണ് എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് വെച്ചത്. മോനിപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു. അവൻ്റെ ഫീസും ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ അടച്ചാണ് അവർ പഠിക്കുന്നത്. അതും ഈ അടുത്ത തവണത്തേലും പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. വരിക മോള് പഠിച്ചിറങ്ങിയാലും ജോലിയൊന്നും ആയിട്ടില്ല. അതിൻ്റെ ശ്രമത്തിലാണ് അവൾ. പിന്നെ വീടാണ് ഇപ്പോൾ ഒരു വിഷയം. അതുപോലെ എൻ്റെ ചികിത്സ, എൻ്റെ കിഡ്നി മാറ്റി വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം ശരിയാവുമെന്നാണ് ഡോക്ടർ പറയുന്നത്. 10 ലക്ഷം രൂപയിൽ മേലെ വേണം അത് കിഡ്നി മാറ്റണമെങ്കിൽ. അത് മാറ്റി വെച്ചാൽ പോലും അതിൻ്റെ തുടർ ചികിത്സകളും വേണം. ഇതിനെല്ലാം പൈസ വേണം. ഇത് ഇല്ലെങ്കിൽ ആജീവനാന്തം ഡയാലിസിസ് ചെയ്യണം. ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രശ്നം. ഇപ്പം ഡയാലിസിസ് ചെയ്ത് എൻ്റെ ഈ അസ്ഥികൾക്കെല്ലാം തേയ്മാനം വന്നിട്ട് ഈ 2 പക്ക് വാരിയിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അരിയിൽ പൊട്ടിപ്പോയി എൻ്റെ. എന്നു വെച്ചാൽ ചെരിഞ്ഞ് കിടന്നപ്പോൾ ഈ തേയ്മാനം കൂടിയിട്ട്
ഈ ബലമില്ലാണ്ടായി അസ്ഥികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര വേദനയാണ് ശരീരത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നോട് സൂക്ഷിച്ചാണ് ഞാനിപ്പോൾ നടക്കുന്നു, എടുക്കുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു എല്ലാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ ഏറ്റവും വലിയ കരുത്തിപ്പോൾ എൻ്റെ അനുജനും പെങ്ങളുമാണ്. അവരാണ് എന്നെ സഹായിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടാലും പറ്റുന്ന അനിയൻ്റെ സഹായം, അനിയൻ്റെ പിള്ളേരുടെ സഹായം, പിന്നെ പെങ്ങള്, ഇവരെല്ലാം കുടുംബക്കാരാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളും. ഇത്രയും പേരാണ് എൻ്റെ ഏറ്റവും വലിയ സഹായികൾ. ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്കൊന്ന് ചികിത്സാ സഹായം തന്ന് എന്നെ എൻ്റെ ജീവൻ നിലനിർത്താൻ രക്ഷിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. എത്ര നാൾ ഇങ്ങനെ ഡയാലിസിസുമായി മുന്നോട്ട് പോകുവാൻ പറ്റും എന്നുള്ള ആശങ്കയിലാണിവർ. വൃക്ക മാറ്റിവെക്കുന്നതിന് ഏകദേശം 10 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്ന് ഉയരുന്നുണ്ടാവാം. എന്നാലും എല്ലാത്തിനും ഉത്തരമായ ദൈവത്തിൽ ഇവർ ആശ്രയം കണ്ടെത്തുകയാണ്. ആ ഉത്തരങ്ങളായി മാറുവാൻ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് കഴിയും എന്ന് പ്രത്യാശിക്കുകയാണ്. ഇവരുടെ പ്രത്യാശകളെ അർത്ഥപൂർണമാക്കുവാൻ, സഫലമാക്കുവാൻ നമുക്കാവട്ടെ. ദൈവത്തിൻ്റെ കരുണയും കരുതലും നമ്മിലൂടെ ഇവരിലേക്ക് ചൊരിയപ്പെടട്ടെ. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയട്ടെ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ അമ്മിണി എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി, അത് അവരുടെ ഭർത്താവ് ഗോവിന്ദന് കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അമ്മിണിയുടെ ഭർത്താവ് ഗോവിന്ദനാണ്. അമ്മിണിക്ക് 57 വയസ്സുണ്ട്. കടമറ്റത്താണ് അവരുടെ വീട്. 2005 മുതൽ അവർ അസുഖബാധിതയായിരുന്നു. 2019 മുതൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം 2 ഡയാലിസിസ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് നടത്തണം. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് ആ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മക്കളില്ല. ഗോവിന്ദനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ആ വരുമാനം മാത്രമേ ഉള്ളൂ അവരുടെ കുടുംബത്തിന് ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവരെ ഗുഡ്നസ് ടി വിക്ക് അറിയുവാനും അവരുടെ അവസ്ഥ ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുവാനായിട്ടും ഇടയായത്. അങ്ങനെ പ്രക്ഷേപണം ചെയ്തപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ അവരുടെ ഒരു ആവശ്യമായിട്ട് അത് കണ്ട് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അവർ അയച്ചു തന്ന ചെറിയ ചെറിയ തുകകളെല്ലാം കൂട്ടി ഇപ്പോൾ അവർക്ക് 1,15,000 രൂപയുടെ ചെക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഗുഡ്നസ് ടി വിക്ക് വേണ്ടി, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആ ചെക്ക് ഞാനിപ്പോൾ ശ്രീ ഗോവിന്ദന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ പ്രത്യേകം വിനിയോഗിക്കുകയാണ്. ഈ പ്രോഗ്രാം ഗുഡ്നസ് ടി വി തുടങ്ങിയ കാലം മുതൽ തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാമിലൂടെ രോഗികളെ സഹായിക്കുന്നതിനായിട്ട് ഗുഡ്നസ് ടി വിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ ആ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ അത് അവരുടെ സ്വന്തം ഒരു ആവശ്യമായിട്ട് കണ്ട് ഏറ്റെടുത്ത് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്.
ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യനാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം പലപ്പോഴും പലരും ഫോണിലൂടെ ഈ രോഗവിവരത്തെക്കുറിച്ച് അറിയുവാനും സഹായം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം വളരെ പാവപ്പെട്ട ആളുകളാണ് ഇതിനോട് സഹകരിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓട്ടോറിക്ഷ ജോലി ചെയ്യുന്നവർ, ഡെയിലി ഉള്ള ദിവസേന കൂലിപ്പണിക്ക് പോകുന്നവർ, ഇങ്ങനെയൊക്കെ ആളുകൾ അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം വെക്കുന്നത് അയച്ചു തരികയും കൊണ്ടുതരികയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് ഈ പ്രോഗ്രാമിൽ പണം ലഭിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരാശ്വാസമായിട്ട് കൊടുക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമൊക്കെ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ദൈവം നിങ്ങളിൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. അമ്മണി എൻ്റെ ഭാര്യയാണ്. അമ്മണിക്കാണ് ഡയാലിസിസ് നടക്കുന്നത്. അമ്മണിക്ക് ഈ ചികിത്സാ സഹായം ചെയ്തിട്ടുള്ള ഗുഡ്നസ് ടിവിയുടെ മുഴുവൻ ആളുകൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനോടൊപ്പം അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ അണിയറ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും